കോൺഗ്രസ്സുകാർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇനിയും നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇത് ശ്രീമതി റിനി ആൻ ജോർജ് ശ്രീ വി ഡി സതീശന്റെ എതിരാളിയായ ടൈസൺ മാസ്റ്ററുടെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ്. ഇത് മറുനാടൻ മലയാളിയുടെ വീഡിയോയിലാണ് ഞാൻ കണ്ടത്. ശ്രീ ഷാജൻ സാറിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, വി ഡി സതീശന്റെ എതിരാളിയായ ടൈസൺ മാസ്റ്ററുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ യാതൊരു മടിയും കാണിക്കാതെ, എന്നാൽ അതിനുശേഷം ശ്രീ വി ഡി സതീശൻ തൻ്റെ ശ്രീപത്മനാഭനാണെന്ന് പറയുന്നത്, അതായത് ശ്രീപത്മനാഭന്റെ മണ്ണിൽ എൻ്റെ ശ്രീപത്മനാഭൻ വാഴുമെന്നൊക്കെ പറയുന്ന റിനി ആൻ ജോർജിന് കോൺഗ്രസിനുള്ളിൽ ആക്സസ് കൊടുക്കുന്നത് എത്രമാത്രം ശരിയായിരിക്കും എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ചിന്തിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലും റിനിയുടെ വിഷയത്തിൽ ആദ്യം പറഞ്ഞൊക്കെ ഓർമ്മ കാണും, റിനി എൻ്റെ സുഹൃത്താണ്. അത് ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് ലിബറലുടെ ഒരു പ്രത്യേകതയാണ്. അതായത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പം റിനിയെക്കുറിച്ച് മറുനാടൻ മലയാളി ചെയ്ത വളരെ പ്രസക്തമായ വീഡിയോ ആണ്. ശ്രീ മറുനാടൻ മലയാളിയെ വിമർശിക്കേണ്ട, അല്ലെങ്കിൽ ശ്രീ ഷാജൻ സക്രിയ സാറിനെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം നല്ലത് പറയുമ്പോൾ അഭിനന്ദിക്കുകയും അദ്ദേഹം പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യേണ്ടയും നമ്മുടെ എല്ലാവരുടെയും കൂടി ഇതാണ്. മികച്ച ഒരു ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രസക്തവുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് തിരക്കഥയുടെ ആദ്യ കഥാപാത്രമായിരുന്നു. വി ഡി സതീശന്റെ ഇടതെതിരാളിയായിരുന്ന ടൈസൺ മാസ്റ്ററുടെ കുട്ടിഘോഷത്തിൽ പങ്കെടുത്ത് വീഡിയോ എടുത്തയാളായിരുന്നു. അങ്ങനെ ഒരാൾ മന്ത്രിമാരുടെ ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കും MLA-മാർക്കും മറ്റു പ്രമുഖർക്കും കഴിയാത്ത വിധത്തിൽ വേദിയിൽ എത്തുന്നത് പോലെ ഉയർന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഭയപ്പെടേണ്ട ചിലതുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയാൽ സതീശന് നല്ലത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വീഡിയോ കാണുക, ഉമ്മൻചാണ്ടിയുടെ വിധിയെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കുക എന്ന്. വളരെ ഡീറ്റെയിൽ ആയ വീഡിയോ ആണ്. ഞാൻ ലിങ്ക് താഴെ ഇടാം, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. വേറൊന്നും കൊണ്ടല്ല, യഥാർത്ഥത്തിൽ റിനിയോടുള്ള ഏക ദേഷ്യം വേറൊന്നും കൊണ്ടല്ല, റിനി കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം റിനിയുടെ കള്ള ആരോപണങ്ങളിൽ, വ്യാജ ആരോപണങ്ങളിൽ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളിലാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ കരിയർ അടക്കം ഡീറെയിൽഡ് ആയത്. എന്നിട്ട് അവസാനം റിനി പറയുകയും ചെയ്തു, എന്നോടങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ ബാക്കിയുള്ളവരോട് അങ്ങനെ ചെയ്തു. അപ്പോൾ റിനിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുണ്ടായ തെറ്റായ നടപടികൾ, റിനി എന്ന വ്യക്തിയോടുള്ള എതിർപ്പല്ല, പകരം റിനിയുടെ നടപടികളോടും നിലപാടുകളോടുമുള്ള എതിർപ്പാണ് ഇതിൽ പ്രസക്തം. അപ്പോൾ റിനി എങ്ങനെയാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരോടും, അല്ലെങ്കിൽ റിനിയുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഞാൻ കാണുകയുണ്ടായി, നിങ്ങളെല്ലാം കൂടെ കുഴിച്ചു മൂടാൻ നോക്കിയ ഒരാളില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്നൊരുത്തൻ, നിങ്ങളിൽ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചോളും ആള് കത്തിയ ഒരുത്തൻ, വനവാസമല്ല ഇനിയും പട്ടാഭിഷേകം, പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും എന്ന് പറയുന്ന ആ റിനി എന്നാൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ടൈസൺ മാസ്റ്ററുടെ കുട്ടിക്കലാശത്തിലേക്ക് പോകുന്നത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. ഇനിയും റിനി ഇട്ടിരിക്കുന്ന ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങളാണോ എന്നും അറിയില്ല, ഇനിയും പഴയ ചിത്രങ്ങളാണോ എന്നും അറിയില്ല. ഒരു പക്ഷേ ഈ മന്ത്രിമാരൊന്നും ഇതറിഞ്ഞു കാണില്ല, പണ്ടെടുത്ത ചിത്രങ്ങളായിരിക്കാം. ഡേറ്റ്സ് പലപ്പോഴും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഏതവസരത്തിലാണ് ഈ ഫോട്ടോ കണ്ടാൽ ഇത് നമ്മുടെ മുരളീധരൻജിയോടൊപ്പം എടുത്ത ചിത്രങ്ങളാണ്, കണ്ടാൽ പഴയ ചിത്രങ്ങളാണ് എന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് പുതിയതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും റിനിയുടെ ഇടപെടലുകൾ നെഗറ്റീവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രേവന്ത് റെഡ്ഡിയോട് എടുത്ത ചിത്രം പുതിയത് തന്നെയാണ്. അത് റിനി ഇട്ടിരിക്കുന്ന ഡേറ്റ് അടക്കം കറക്റ്റാണ്, May 18, 2026. ഇത് ഈ ഗാലറിയിലടക്കം റിനി വന്ന് ഫോട്ടോ എടുക്കുന്നത് പലപ്പോഴും എന്താ പറയണേ, നമ്മൾ സ്ത്രീകളെ അൺസസ്പെക്റ്റിംഗ് ആയിട്ട്, അതായത് നമ്മൾ സ്ത്രീകളുടെ സമൂഹത്തിൽ ബഹുമാനം കൊടുക്കുന്ന സമൂഹമാണ്, പുരുഷന് ഒരുപടി മേലെ ബഹുമാനം കൊടുക്കുന്ന സമൂഹമാണ്, അങ്ങനെ തന്നെ വേണം. പലപ്പോഴും അങ്ങനെ സ്ത്രീകൾ വരുമ്പോൾ ചില ആൾക്കാരെങ്കിലും അത് മിസ്യൂസും അബ്യൂസും ചെയ്യാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്കാണ്, ഭരണത്തിനാണ്. അപ്പോൾ ഈ സ്പേസിലേക്ക് റിനി വന്ന് അവിടെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നെങ്കിൽ റിനിക്ക് കിട്ടുന്ന ആക്സസിൻ്റെ സൂചനയാണ്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം ഉള്ള ജീവിതം തകർക്കാൻ പ്രധാന കാരണക്കാരികളിൽ ഒരാൾ റിനിയാണ്. റിനി മാത്രമാണെന്ന് പറയുന്നില്ല, കാര്യം റിനിയേക്കാൾ സ്ട്രോങ് ആയ വ്യാജ പരാതികൾ നൽകിയ ബാക്കി പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് റിനി മാത്രമാണെന്ന് പറയുന്നില്ല. എന്തായാലും കോൺഗ്രസ്സുകാർ സൂക്ഷിച്ചാൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് പഴയ ഫോട്ടോകളായിരിക്കാം, പുതിയ ഫോട്ടോകളായിരിക്കാം, ഏത് കാലത്തെടുത്ത ഫോട്ടോ ആണെന്ന് അറിയില്ല. പക്ഷേ റിനി എന്തായാലും വേദിയിൽ വന്നു എന്ന റിനിയുടെ ക്ലെയിം ശരിയാണ്. അത് റിനി പറയുന്നത് സത്യം തന്നെയാണ്. കാര്യം റിനി ഇത് എടുത്തിരിക്കുന്നത് റിനിയുടെ പുതിയ ഫോട്ടോകളാണ്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അവിടെ എടുത്ത ഫോട്ടോകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആക്സസ് റിനിക്ക് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. അത് വേറൊന്നുമില്ല, റിനിയോട് എന്തെങ്കിലും എതിർപ്പുള്ളതൊന്നുമില്ല. റിനി നാളെ ഇതേപോലെ ആരെങ്കിലും പേരിൽ വ്യാജ ആരോപണം വീണ്ടും ഉന്നയിച്ചാൽ അവരുടെ രാഷ്ട്രീയ കരിയർ ഇല്ലാതാവും. നമ്മുടെ നാട്ടിലെ ഗതികേട് അങ്ങനെയാണ്. അതായത് പുരുഷന് നേരെ ഒരു കള്ള ആരോപണം വന്നാൽ
ആ കള്ളാരോപണം ഏറ്റുപിടിക്കാൻ വലിയൊരു ശതമാനം മാധ്യമങ്ങളും കാണും, സ്വന്തം പാർട്ടി ഇരിക്കുന്ന ബാക്കി ആൾക്കാരും കൂടെ കാണും. അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത. ബാക്കി പാർട്ടികൾ അങ്ങനെ അത്ര വലിയൊരു ഗതികേടില്ല CPM-നോ BJP-ക്കോ. അപ്പം കോൺഗ്രസിലെ ആൾക്കാർ റിനി അടക്കമുള്ളവർക്ക് മറ്റ് മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തുള്ള ചില ആൾക്കാരോട് റിനിയെ കമ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ റിനി ഒരു യുവ കലാകാരിയാണ്. ആ കലാകാരൻ്റെ രീതിയിലുള്ള ബഹുമാനമുണ്ട്. എന്നാൽ അത് അവിടെ നിന്നോട്ടെ. പക്ഷേ റിനിയുടെ പൊളിറ്റിക്കൽ ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ തെറ്റാണ്, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല, സത്യസന്ധതയ്ക്ക് നിരക്കുന്നതല്ല. റിനി പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കാനൊരു ചട്ടുകമായി മാറുകയും അല്ലെങ്കിൽ ബോധപൂർവം ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇത്, നമ്മുടെ രേവന്ത് റെഡ്ഡിയോടൊപ്പം എടുത്ത ഫോട്ടോ ആണ്. രേവന്ത് റെഡ്ഡിക്ക് വരെ അറിയത്തോലും ഇല്ലായിരിക്കും. യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവന്ത് റെഡ്ഡി സമ്മതിക്കുന്നതായിരിക്കും. എന്തായാലും കോൺഗ്രസ്സുകാരോട് പറയാനൊന്നേ ഉള്ളൂ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗതികേട് നിങ്ങളിൽ പലർക്കും ഉണ്ടാകും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു.